അപ്പൊ ഷാജി ബിഗ് ബോസിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. ഇത് ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഷാജിദ് തന്നെ ലൈവിൽ വന്ന് പറഞ്ഞ കാര്യമാണ്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ മൈജി അവരാണല്ലോ ബിഗ് ബോസിന്റെ മെയിൻ സ്പോൺസർമാരിൽ ഒരാൾ. അവരൊരു കോൺടെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, മൈജിയിലെത്തൂ ബിഗ് ബോസിൽ എത്താം എന്നും പറഞ്ഞുകൊണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ സാധാരണക്കാർക്ക് ആ കോൺടെസ്റ്റിൽ പങ്കെടുത്തുകൊണ്ട് ബിഗ് ബോസിൽ എത്താനുള്ള ഒരു ഓഫറാണ് മൈജി നൽകുന്നത്. അതെങ്ങനെ എത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ അവരതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ പോസ്റ്റർ ഒന്ന് വായിച്ചു നോക്കാം. മൈജിയിലെത്തൂ ബിഗ് ബോസിൽ എത്താം, ബിഗ് ബോസ് മൈജി ബിഗ് ബോസ് എൻട്രി. നിങ്ങൾ ചെയ്യേണ്ടത് മൈജിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള മൈജി ഫീച്ചർ ഷോറൂമിൽ എത്തുക. അവിടെയുള്ള കിയോസ്കിലെ ക്യാമറയിൽ 3 മിനിറ്റിൽ കവിയാത്ത വീഡിയോ റെക്കോർഡ് ചെയ്ത് bb7.geostar.com അപ്ലോഡ് ചെയ്യുക. എന്തുകൊണ്ടാണ് നിങ്ങൾ അർഹരായതെന്ന് തെളിയിക്കുന്നതാകണം വീഡിയോ. ഈ അവസരം ജൂലൈ 10 വരെ മാത്രം. തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്ക് ഇത്തവണ ബിഗ് ബോസിന്റെ ഭാഗമാകാം. ഇതാണ് കോൺടെസ്റ്റ്. ഈ ഒരു കോൺടെസ്റ്റിലേക്കാണ് ഷാജി പോയിട്ടുള്ളത്. അങ്ങനെ ഈ കോൺടെസ്റ്റിൽ പങ്കെടുത്ത് വന്നതിന് ശേഷം പുള്ളിക്കാർ ഒരു ലൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതിന്റെ ചില ഭാഗങ്ങളൊന്ന് കണ്ടുനോക്കാം. ഞാൻ കുറച്ച് ചൊറിയുന്നവർക്കുള്ള മറുപടി ആയിട്ട് വന്നതല്ല. ഞാൻ എന്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ലൈവ് കണ്ടില്ലെങ്കിൽ എന്നെ അന്വേഷിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എന്താ ഷാജി ലൈവ് വരാത്ത, ഇന്നലെ എന്താ ലൈവ് വന്നില്ല, ഡെയിലി ലൈവ് ഡെയിലി നിന്നെ ലൈവിൽ കണ്ടില്ലെങ്കിൽ പ്രശ്നം എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതിന് വേണ്ടി വരുന്നതാണ്, അല്ലാണ്ട് ഈ ചൊറിയുന്ന ആൾക്കാർക്ക് വരുന്നതല്ല ഞാൻ ലൈവ്. അതെ, ഡെയിലി ഷാജിദിന്റെ ലൈവ് കണ്ടിട്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത കുറെ ടീംസ് ഉണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഷാജി എന്നും ലൈവ് ചെയ്യുന്നത്, അല്ലാണ്ട് ചൊറിയുന്നവർക്ക് വേണ്ടിയല്ല കേട്ടോ. അവർക്ക് വേണ്ടി എന്തായാലും ഷാജിദ് ഡെയിലി ലൈവ് ചെയ്യണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. എന്നാലല്ലേ അവർക്ക് ഓർക്ക് കിട്ടത്തുള്ളൂ അല്ലെ. അപ്പൊ എന്തായാലും അവർക്ക് ഓർക്ക് കിട്ടാൻ വേണ്ടിയെങ്കിലും ഷാജിദ് ഡെയിലി ലൈവിൽ വരണം. എനിക്ക് തോന്നുന്നത് അവർക്ക് ഡെയിലി ഷാജിദിന്റെ ലൈവ് കാണുന്നത് ഷാജിദോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കില്ല, ഷാജിദിന്റെ തെറിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. കാരണം അമ്മാതിരി വെറൈറ്റി തെറികളാണല്ലോ ഡെയിലി വിളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ ഇവനത് കണ്ട് ചിലർക്ക് ഹരം പിടിച്ച് കാണും. ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ തെറി വിളിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഡെയിലി ഷാജിദിന്റെ ലൈവ് കാണുന്നത്. അല്ലാതെ ഡെയിലി ഷാജിദിന്റെ ലൈവ് കാണാൻ മാത്രം അതിലിപ്പോ എന്ത് ചെയ്യാനുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡെയിലി ഷാജിദിന്റെ ഒരു തെറിവിളെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി പോകും. അപ്പൊ പിന്നെ അവരെ വെറുതെ ഫ്രസ്ട്രേറ്റഡ് ആക്കണ്ട, ഡെയിലി ലൈവ് ചെയ്തോ. ഭയങ്കര വെറൈറ്റി ലൈവ് അല്ലേ. ഓരോ സൊമ്മാനാണ് തെറി വിളിക്കുന്നതെങ്കിൽ അടുത്ത ദിവസം അയൽവാസിനായിരിക്കും തെറി വിളിക്കുക, പിന്നെ അതിന്റെ അടുത്ത ദിവസം കുടുംബക്കാര്, പിന്നെ അതിന്റെ അടുത്ത ദിവസം ഏതെങ്കിലും യൂട്യൂബർ. ഇങ്ങനെ ദിവസം വെറൈറ്റി ആളുകളാണ് ഷാജിദ് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ കാണുന്നവർക്കും അത് വെറൈറ്റി ആയിരിക്കും, വലിയ മടുപ്പും വരില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി ഡെയിലി എന്തായാലും ഷാജിദ് ലൈവിൽ വരണം. അതിൽ യാതൊരു കോംപ്രമൈസും പാടില്ല. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. പിന്നല്ലേ നമ്മൾ ബിഗ് ബോസിൽ ഓഡീഷന് കൊടുത്തിട്ടുണ്ട്. ചിലപ്പോ ബിഗ് ബോസിൽ വിളിക്കാൻ ചാൻസ് ഉണ്ട്, വിളിച്ചാൽ ഞാൻ പോവും. അതിന്റെ കൂടി ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. ഇനി ഷാജിദ് ബിഗ് ബോസിലും കൂടി കയറാത്തതിന്റെ ഒരു കുറവുണ്ട്. ഞാൻ ചിന്തിക്കണതല്ലേ, ഇനി ഇവള് ബിഗ് ബോസ് കയറി കഴിഞ്ഞാണെങ്കിൽ ബിഗ് ബോസ് അവളെ പേടിക്കേണ്ട സാഹചര്യം വരുമോ എന്നുള്ളതാണ്. സാധാരണ ഏതെങ്കിലും കണ്ടസ്റ്റന്റ് ബിഗ് ബോസിലേക്ക് കയറുന്ന സമയത്ത് ബിഗ് ബോസിനാണ് പേടിക്കാറുള്ളത് അല്ലെ. അതിന്റെ ഏതെങ്കിലും നെഗറ്റീവ് സൈഡ് പുറത്തേക്ക് വരുമോ, ബിഗ് ബോസ് എന്നെ പബ്ലിക്കിൽ കിട്ട് നാറ്റിക്കുമോ എന്ന് പേടി അതിലേക്ക് കയറുന്ന ഓരോ കണ്ടസ്റ്റന്റിനും ഉണ്ട് അല്ലെ. കാരണം അതാണല്ലോ ചരിത്രം. ബിഗ് ബോസ് കാരണം നന്നായവരെക്കാളും ഏറ്റവും കൂടുതലുള്ളത് ബിഗ് ബോസ് കാരണം നാറിയവരായിരിക്കും. കാരണം അത്രയും ആൾക്കാരെ ബിഗ് ബോസ് നാറ്റിച്ച് വിട്ടിട്ടുണ്ട്. പക്ഷേ ഷാജിദ് ബിഗ് ബോസ് കയറി കഴിഞ്ഞാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും സംഭവിക്കുക. ഷാജിദ് കാരണം ബിഗ് ബോസ് നാറിലായിരിക്കും. വീക്കെൻഡിലൊക്കെ ലാലേട്ടൻ വന്നു കഴിഞ്ഞാണെങ്കിൽ ഇവിടെ ലാലേട്ടൻ അങ്ങോട്ട് കയറി തെറി വിളിക്കലായിരിക്കും. മിക്കവാറും അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ഷാജിദ് ബിഗ് ബോസ് കയറി കഴിഞ്ഞാണെങ്കിൽ അത് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വൈത്തിരിവായിരിക്കും. ഇതുവരെ കാണാതെ പലതും നമ്മൾ ഇനി ബിഗ് ബോസിൽ കാണേണ്ടി വരും. എന്തായാലും ഷാജിദ് ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാണെങ്കിൽ ഒരു കാര്യത്തിൽ നമുക്ക് ആശ്വസിക്കാം, ഷാജിദിന്റെ ഉമ്മാക്കും അയൽവാസികൾക്കും കുറച്ച് മനസ്സമാധാനം കിട്ടല്ലോ. കാരണം ഡെയിലി യൂട്യൂബിൽ വന്ന് അവര് തെറി വിളിക്കലല്ലേ അവളുടെ മെയിൻ ഹോബി. അതെന്തായാലും കുറച്ച് കാലത്തേക്ക് നിന്ന് കിട്ടല്ലോ. അപ്പൊ അവർക്ക് അവള് ബിഗ് ബോസിൽ പോയി വരുന്നവരെ കുറച്ച് സമാധാനത്തോടെ ഇരിക്കാം. ഇനി ബിഗ് ബോസിൽ ചെന്നാലും ഇവള് ക്യാമറയിൽ നോക്കി ഇവരൊക്കെ തെറി വിളിക്കും എന്നുള്ളതാണ് എന്റെ പേടി. അല്ല, ഇവളായോണ്ട് പറയാൻ പറ്റില്ല, അത് ചെയ്യാനും മടിക്കില്ല. ചിലപ്പോൾ ക്യാമറയിലൊക്കെ നോക്കി പറയും, എന്റെ ഉമ്മയായിട്ടുള്ള തള്ളേ, നിങ്ങൾ ഞാൻ ബിഗ് ബോസിൽ പോയെന്ന് വിചാരിച്ച് മനസ്സമാധാനത്തോടെ അവിടെ ഇരിക്കാന്ന് കരുതണ്ട, നിങ്ങളെ ഞാൻ ബിഗ് ബോസിലൂടെ നാറ്റിക്കാനാണ് പ്ലാൻ എന്നൊക്കെ ചിലപ്പോൾ ബിഗ് ബോസിനെ ക്യാമറയിലൂടെ നോക്കി പറഞ്ഞെന്ന് വരാം. ഷാജിദാണ് ചിലപ്പോൾ അതും ചെയ്യാൻ മടിക്കില്ല. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. പോവും എന്നെ ബിഗ് ബോസിൽ എടുത്താ പണി കിട്ടും. അല്ല, എനിക്ക് ഇവിടെ തല്ലുവിടാനേ ഒഴിവില്ല. ഇനി ബിഗ് ബോസിലും കൂടി പോയി ബിഗ് ബോസിൽ ഓഡീഷന് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ചിലപ്പോ എന്താ പറയാ, എന്തെങ്കിലും ആരുടെയൊക്കെ പൊട്ടമായി കൊണ്ട് കിട്ടിയാൽ ചിലപ്പോ ഞാൻ പോകും. എന്തായാലും പോകണം. അങ്ങനെയും കുറച്ച് നാട്ടുകാർക്കും വീട്ടുകാർക്കും സമാധാനം കിട്ടട്ടെ. ഇവള് കാരണം ഇപ്പൊ നാട്ടിലുള്ളവർക്കും വീട്ടിലുള്ളവർക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ആണല്ലോ. ഇവള് പോയി കഴിഞ്ഞാണെങ്കിൽ 3 മാസമെങ്കിലും അവര് സമാധാനത്തോടൊന്ന് പുറത്തിറങ്ങി നടക്കട്ടെ. അതുകൊണ്ട് എന്തായാലും ബിഗ് ബോസിലേക്ക് വിളിച്ചാൽ ഷാജിദ പോകണം. പിന്നെ എത്തവണ രേണുസുദ്ധിയും ബിഗ് ബോസിലുണ്ടെന്നാണ് കേട്ടത്. അതിന്റെ കൂട്ടത്തിൽ ഷാജിദും കൂടി വരുന്ന സമയത്ത് ബാക്കി ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. ഫുള്ളും തെരുവിളിയും കച്ചറായിരിക്കും ബിഗ് ബോസിൽ. അതോടുകൂടി ഒരു കാര്യം ഉറപ്പിക്കാം, ആളുകൾ പിന്നെ ബിഗ് ബോസ് കാണുന്നത് നിർത്തിക്കോളും. ഇതോടുകൂടി ബിഗ് ബോസ് അങ്ങ് പൂട്ടി കെട്ടി പോകേണ്ടി വരും. അങ്ങനെ ഒരു ഗുണം അവരെ കൊണ്ട് പ്രതീക്ഷിക്കാം. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. എന്താ പറയാനുള്ളത് അത്ര തന്നെ. ഇവിടെ എന്നെ എന്താ പറയാ, ഞാൻ ബിഗ് ബോസിൽ പോയാ എന്നെ തെറി വിളിക്കാനും ഇവിടെ കുറെ ആൾക്കാർ കണ്ടന്റ് ഡെയിലി എന്റെ കണ്ടന്റ് ആയിരിക്കും. പിന്നെ അല്ലെങ്കിലേ എന്നെ വെച്ച് പൈസ ഉണ്ടാക്കുന്നവരാണ്. ഇനി ഞാൻ ബിഗ് ബോസിലും കൂടി പോയി പറഞ്ഞ പണിയായി.
അപ്പൊ ഇനി ഷാജി ആ എപ്പിസോഡ് ഈ എപ്പിസോഡ് അവൾ അങ്ങനെ ആക്കി, അവൾ ഇങ്ങനെ ആക്കി, അവൾ ചെയ്തത് ശരിയായില്ല, അവൾ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കൊറേ വരും. അതാണ് അതാണ് അത് പറയുമ്പോൾ അവളുടെ മുഖത്തുള്ള സന്തോഷം നോക്കി നിങ്ങൾ 500 വാട്ടിന് ബൾബ് എത്തിച്ച മാതിരി ഉണ്ട് അല്ലെ. അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷിക്കേണ്ട ഷാജിദ. ഇവിടെ ഷാജിദ എന്നല്ല, ആര് ബിഗ് ബോസിൽ കയറി കഴിഞ്ഞാലും മറ്റുള്ളവർക്ക് അതൊരു കണ്ടന്റ് ആണ്. അല്ലാണ്ട് ഷാജിദ കയറുമ്പോൾ മാത്രമല്ല ബിഗ് ബോസിൽ കണ്ടന്റ് കിട്ടുന്നത്. ബിഗ് ബോസിൽ ഓരോ കണ്ടസ്റ്റന്റും ആ സീസണിൽ എല്ലാവർക്കും കണ്ടന്റ് ആണ്. അവർ ബിഗ് ബോസിനുള്ളിൽ കാണിച്ചു കൂട്ടുന്ന ഓരോ പ്രവൃത്തികളും പുറത്ത് ചർച്ചാ വിഷയമായിട്ട് മാറും. അത് ഷാജിദ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെ നടക്കും. അല്ലാണ്ട് ഷാജിദ കയറുമ്പോൾ മാത്രം പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഷാജിദ കയറുമ്പോൾ കുറെ തെറി കേൾക്കാം, പക്ഷെ ബിഗ് ബോസ് ആയതുകൊണ്ട് അവര് കുറെ മ്യൂട്ട് ചെയ്ത് വിടും. അങ്ങനെ നോക്കുമ്പോൾ 24/7 മൊത്തം ഷാജിദ തെറി വിളിച്ച് നടക്കുന്നതിനെ കൊണ്ട് തന്നെ ഷാജിദന്റെ സംസാരം മൊത്തം മ്യൂട്ട് ആയിട്ടായിരിക്കും കേൾക്കേണ്ടി വരാം. കാരണം ഫുള്ളും തെരായതുകൊണ്ട് ബിഗ് ബോസ് തന്നെ അത് മ്യൂട്ട് ചെയ്ത് കളയാം. എന്തായാലും കൊള്ളാം, കോമഡി ആയിരിക്കുന്ന സംഭവം. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഷാജിദയുമായി ബന്ധപ്പെട്ടുള്ള ബിഗ് ബോസ് വിശേഷങ്ങൾ. ഇനി ഷാജിദയുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഇപ്പൊ പേഴ്സണലിയും എല്ലാതെയും പലരും എന്നോട് ചോദിക്കുന്നുണ്ട് ഷാജിദക്കെതിരെ ഞാൻ കൊടുത്ത കേസ് എന്തായി എന്നുള്ളത്. അറിയാലോ, ഷാജിദക്കെതിരെ ഞാൻ പ്രതികരിച്ചത് കാരണമായിട്ട് പുള്ളിക്കാരി ഒരിക്കലും ലൈവിൽ വന്നിട്ട് എന്റെ ഉമ്മാനെയും എന്റെ പെങ്ങളെയും ഞാൻ കെട്ടിയ പെണ്ണിനെയും ഒക്കെ തെറി വിളിച്ചത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ലീഗലി മൂവ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പോയ സമയത്ത് PR ആ സ്റ്റേഷനിൽ ഇല്ലായിരുന്നു. 5 മിനിറ്റ് കൊണ്ട് വരാം, അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞ് അവരെന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ച്. അങ്ങനെ 1.5 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് PR വന്നത്. അങ്ങനെ ആ സ്റ്റേഷനിൽ PR എന്നോട് സംസാരിച്ച് നേരെ എന്നെ CIന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ കൊടുത്ത പരാതി വായിച്ചു നോക്കിയതും CI എന്നോട് തിരിച്ചു പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയോ? ഇതിന്റെ ഇൻഫർമേഷൻ കേസാണ്, ഇത് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾ കോടതി വഴി മൂവ് ചെയ്തോളൂ. നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കി വിട്ട് നമ്മളെ. അല്ല, ഞാനിതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയത്. എന്തായാലും നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസുകാർ കൈ ഒഴിഞ്ഞതോടെ ഞാൻ എന്താക്കി, വേണ്ട നിയമസഹായങ്ങൾ തേടി. ഏറ്റവും വലിയ സന്തോഷം നൽകിയ കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഞാൻ ഈ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എന്നെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് പേർ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. പലരും പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്തത് കൊണ്ട് ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേർ എന്നെ സഹായിക്കാൻ രംഗത്ത് വന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ആളുകൾ ഇവിടെ വെറുക്കുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും ഇവരുടെ എല്ലാം സഹായത്തോടു കൂടി ഞാൻ SP-യെയും DYSP-യെയും ബന്ധപ്പെട്ടു, കാര്യം ബോധിപ്പിച്ചു. അവർ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു തരാമെന്ന് ഞാൻ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് അവർ കേസ് ഫോർവേഡ് ചെയ്തു. അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാർ എന്നെ എന്താക്കി, വീണ്ടും വിളിച്ച് നിങ്ങൾ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഞാൻ ആ സമയത്ത് മഞ്ചേരി ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും പോലീസുകാർ ആവശ്യപ്പെട്ട പ്രകാരം ഞാനൊരു ദിവസം അങ്ങനെ കോഴിക്കോട്ടേക്ക് ചെന്ന് അങ്ങനെ ഞാൻ അവിടെ എത്തി വിളിച്ചു നോക്കിയപ്പോൾ അവര് പറയാണ്, CA അർജന്റ് ആയിട്ട് ഒരു മീറ്റിങ്ങിന് പോയതാണ്, നിങ്ങൾ അടുത്ത ദിവസം വരുമെന്നുള്ളത്. ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അടുത്ത ദിവസം കാത്തുനിന്ന്. അങ്ങനെ അടുത്ത ദിവസം വിളിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയോ? ഈ കേസ് ഇവിടെ എടുക്കാൻ പറ്റത്തില്ല, അവരൊരു സ്ത്രീ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യ്, അവളുടെ സ്റ്റേഷൻ പരിധി കൊണ്ടുപോയി കേസ് കൊടുക്കുക, അതാകുമ്പോൾ അവളെ വിളിപ്പിക്കാനൊക്കെ എളുപ്പമാണല്ലോ എന്ന്. ഇതിനു വേണ്ടി ഞാൻ പാലക്കാട് വരെ പോകണം. എനിക്കിത് കേട്ടപ്പോൾ ഉണ്ടല്ലോ അങ്ങോട്ട് പൊളിഞ്ഞു കയറി. എന്നാൽ ഞാൻ നല്ലോണം പച്ചക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. അതിന്റെ റെക്കോർഡും കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്. ഒരുമാതിരി ആളെ പൊട്ടം കളിപ്പിക്കുന്ന പരിപാടിയിൽ അവർ കാണിച്ചു വെച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവൾ ചെയ്തിട്ടുള്ളത് കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. കോഗ്നൈസബിൾ ഒഫൻസ് എന്ന് പറയുമ്പോൾ സീരിയസ് ക്രൈം. പോലീസുകാർക്ക് വാറന്റ് ഇല്ലാണ്ട് അറസ്റ്റ് ചെയ്യാം. അതിനുള്ള വകുപ്പുകളെല്ലാം എഴുതി ചേർത്തിട്ടാണ് ഞാൻ പരാതി നൽകിയത്. അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടും അവർ കേസ് എടുക്കുന്നില്ല എങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ അവരോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 15 ദിവസത്തിനുള്ളിൽ മെയിൽ വഴി എനിക്ക് വിശദീകരണം നൽകിയിട്ടില്ല എങ്കിൽ ആ പോലീസുകാർക്ക് തന്നെ പണിയാണ്. ഇനി കേസ് എടുക്കാതിരിക്കാനുള്ള അവർ എന്ത് വിശദീകരണം നൽകിയാലും അതിനെതിരെ പോകാൻ തന്നെയാണ് എന്റെ പ്ലാൻ. അതിനെന്നെ സഹായിക്കാനായി ഒരുപാട് പേർ പിന്നിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരുണ്ടായത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്ര സ്റ്റേണായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റിയത്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആദ്യമേ സ്റ്റേഷനിൽ പോയപ്പോൾ അവർ കേസ് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ തിരിച്ചു വന്നേനെ. എന്തായാലും ഇതിനു വേണ്ടി കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് കൂടെ ഉണ്ടാവണം. കാരണം ഒരുപാട് ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്, തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ, പിന്നോട്ടില്ല. ഇതിനൊരു അറ്റം കാണുന്നത് വരെ പരിശ്രമിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതിന് എത്ര സമയം വേണ്ടി വന്നാലും, അതിനുവേണ്ടി എത്ര എഫേർട്ട് ഇടേണ്ടി വന്നാലും ഞാൻ അതിന് തയ്യാറാണ്. കാരണം ഞാൻ ഇതിനൊരു സാമൂഹ്യ സേവനമായിട്ടും കൂടിയാണ് കാണുന്നത്. കാരണം നാളത്തെ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കേണ്ടതാണ്, അവർ വളരേണ്ടതാണ് അല്ലേ. അവരൊക്കെ മൊബൈൽ തുറക്കുമ്പോൾ കാണുന്ന എന്താണ്, ഇതേമാതിരി പെറ്റുപോറ്റി ഉമ്മാന് ഷാജിയെ പോലുള്ള ആളുകൾ തെറി വിളിക്കുന്നതാണ്. ഇതൊക്കെ കണ്ട് വളരുന്ന തലമുറ നാളെ ഇതൊന്നും അനുകരിക്കില്ല എന്നെന്താണ് ഉറപ്പ്? അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ വേണ്ട. അവിടെ ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹത്തിന് തന്നെ വിപത്താണ്. ഇങ്ങനെയുള്ള ആളുകളെ സോഷ്യൽ മീഡിയയിൽ ഇന്ന് തന്നെ തുടച്ചു നീക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ ഏത് വിധേനയും നീങ്ങാൻ തന്നെയാണ് എന്റെ തീരുമാനം. അത് നിയമപരമായിട്ടും സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും. അങ്ങനെ മാതിരി തോന്നിവാസം കാണിച്ച് ഇവരാരും ഈ സമൂഹത്തിൽ അങ്ങനെ നെകളിച്ച് നടക്കണ്ട. എന്തായാലും സമയമെടുക്കും. പ്രത്യേകിച്ച് പോലീസുകാർ കേസെടുക്കാൻ
എടുക്കാൻ തയ്യാറാവാത്ത സ്ഥിതിക്ക് എന്തായാലും സമയം എടുക്കും. ഇവിടുത്തെ നിയമവ്യവസ്ഥയാണ് അറിയാലോ. നമ്മൾ വീഡിയോ ചെയ്യുന്ന പോലെ ചട്ടേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ തീർക്കാൻ പറ്റത്തില്ല. എല്ലാത്തിനും അതിന്റെ സാവകാശം എടുക്കും. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ റിസൾട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അതിൽ യാതൊരു സംശയവും വേണ്ട. ഇനിയിപ്പോൾ ഏതാണ് പോലീസ് സ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ ആരും വരണ്ട. തൽക്കാലം ഞാൻ പോലീസ് സ്റ്റേഷന് പേര് വെളിപ്പെടുത്തുന്നില്ല. കാരണം നാളെ നമുക്ക് നിയമസഹായം ചെയ്തു തരുന്ന പോലീസ് സ്റ്റേഷൻ ആണല്ലോ അത്. അപ്പൊ അവരെ വെറുപ്പിക്കുന്ന അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ പോലീസ് സ്റ്റേഷന് പേര് പറയുന്നില്ല. പക്ഷെ പറയേണ്ട സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയും. അതിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കുറെ എണ്ണം കമന്റ് ചെയ്യുന്നത് കണ്ടു. ഷാജിദ് നിന്നെ തെറി വിളിച്ചപ്പോഴേക്കും നീ വാലും മടിക്ക് ഓടിയില്ലേ, ഇപ്പൊ നീ എന്താ അവളെ കുറിച്ചൊന്നും വീഡിയോ ചെയ്യാത്തെന്നും പറഞ്ഞുകൊണ്ട്. ഉള്ളത് പറയാലോ, അവളെ കുറിച്ച് ഇപ്പൊ വീഡിയോ ചെയ്ത് മടുത്ത്. എന്നോട് തന്നെ ഇപ്പൊ പേഴ്സണലി കുറെ ആൾക്കാരെ ഒന്ന് പറയാൻ തുടങ്ങി ഇനി അവളെ കുറിച്ചൊന്നും പറയല്ലേ എന്നുള്ളത്. കാണുന്നവർക്കും മടുത്ത്, ചെയ്യുന്ന എനിക്കും മടുത്ത്. അതുകൊണ്ട് തന്നെ കുറച്ചാലും ബ്രേക്ക് ഇടാന്ന് വിചാരിച്ചതാണ്. അതല്ലാണ്ട് പേടിക്കാൻ മാത്രം എന്താണ് ഇപ്പൊ അവളുടെ ലൈവിലുള്ളത്? ഒരു തേങ്ങയില്ല. ഉള്ളത് പറയാലോ, അവളെ കുറിച്ച് സംസാരിക്കുന്ന തന്നെ ഇപ്പൊ ഭയങ്കര ബോറിംഗ് ആണ്. അതുകൊണ്ടാണല്ലോ എന്റെ മെയിൻ ചാനൽ ഞാൻ ചെയ്യാണ്ട് ഈ കണ്ടന്റ് സെക്കൻഡ് ചാനൽ എടുത്ത് ചെയ്തത്. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കാം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.